ഏറ്റവും കൂടുതൽ പേരൻസ് ഞങ്ങളൊക്കെ ഈ ക്ലാസ്സുകൾ എടുക്കാൻ ഈ അവയർനെസ് ക്ലാസ്സുകൾ എടുക്കാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പേരൻസ് ഉൾപ്പെടെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പേരൻസ് എല്ലാം ഭയങ്കര ഇപ്പോൾ സാറിൻ്റെ അങ്കിളിന് പറഞ്ഞ പോലെ ഭയങ്കര അംബീഷ്യസ് ആണ്. കുട്ടികളെക്കാട്ടും അംബീഷ്യസ് ആണ് പേരൻസ്. മക്കളെ സിവിൽ സർവൻസ് ആക്കണം. അപ്പോൾ പലരും പറയുന്ന വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേൾക്കാറുണ്ട്. അതായത് ഈ സർവീസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ഈ പ്രത്യേകിച്ച് പോലീസിങ്ങിലേക്കോ അല്ലെങ്കിൽ സിവിൽ സർവീസ് ജനറലിലേക്കോ വന്നു കഴിഞ്ഞാൽ ഈ പൊളിറ്റീഷ്യൻസിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടൊക്കെ നമ്മൾ പഠിച്ചു വന്നിട്ട് ശരിക്കും നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ഈ പ്രഷേഴ്സിൻ്റെ അടിയിൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള നമ്മുടെ ആ ഒരു ഇത് പോവുകയാണോ, അതിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടോ എന്ന് പേരൻസ് ചോദിക്കാറുണ്ട്. പിന്നെ എന്തിനാ ഇതിലേക്ക് പ്രിഫർ ചെയ്യണമെന്നില്ലേ? ഡെഫിനറ്റ്ലി അതും ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. മേ ബി സാറിൻ്റെ ഒരു കരിയറിൽ സാറിന് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? അത് അല്ല, അതിൽ വളരെ സ്പെസിഫിക് ആയിട്ടൊരു പോയിന്റ് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പൊളിറ്റീഷ്യൻസിൻ്റെ കൂടെ ഡീൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ നമ്മുടെ ഇത്രയും പ്രിപ്പറേഷനും നമ്മുടെ ഇത്രയും ഒരു ഇൻ്റലിജൻസും ഒക്കെ വച്ചിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ അടുത്തൊരു മാച്ചിങ് ലെവലല്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയല്ല. എനിക്കത് പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരിക്കലും ശരിയല്ല. ചിലപ്പോൾ ഇൻ്റലക്ച്വലി നമ്മളിപ്പോൾ IIT JEE ഒക്കെ പഠിച്ച് പാസ്സായി വരുമ്പോൾ ഇറ്റ് ഓൺലി ഷോസ് യുവർ ഇൻ്റലക്ച്വൽ അക്യൂരിറ്റി, അല്ലാതെ ഇറ്റ് ഡസൻറ്റ് ഷോ എനിത്തിങ് എൽസ്. പക്ഷേ ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ഈവൻ ഇപ്പോൾ ലെറ്റസ് സേ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഒരു പഞ്ചായത്തിൽ ഏകദേശം 1000-1500 വോട്ട് കാണും. അല്ല, 1000-1500 അല്ല, കൂടുതൽ കാണും. ഒരു 3000-4000 വോട്ട് വരെ കാണും. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് സാധാരണ 900-1000 വോട്ടൊക്കെയാണ് കിട്ടുന്നത്. ഒരു മനുഷ്യന് ബാക്കി 1000 പേരുടെ സപ്പോർട്ട് എന്തിൻ്റെ ബേസിസിലാണെങ്കിലും, പാർട്ടിയുടെ ബേസിസിലാണെങ്കിലും പേഴ്സണാലിറ്റിയുടെ ബേസിസിലാണെങ്കിലും 1000 പേരെ കൊണ്ട് അയാളെ എൻഡോഴ്സ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ദീസ് ഗൈസ് ആർ ടോട്ടലി കമ്മിറ്റഡ്. അവർ പിന്നെ വേറെ എന്തെങ്കിലും ചിലപ്പോൾ ദർ ആർ ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ. അവർ ചിലപ്പോൾ അത് സെൽഫിഷൻസിന് യൂസ് ചെയ്യുന്നുണ്ടോ, അവർ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ അവരുടെ ലൈഫ് ഈ പറഞ്ഞതുപോലെ ഈ നമ്മൾ പറയില്ല തലയ്ക്ക് ഒഴിഞ്ഞു വെക്കുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വെച്ചൊരു ജീവിതമാണ്. അതുകൊണ്ട് ഈ പൊളിറ്റീഷ്യൻ ഈസ് ആസ് സ്മാർട്ട് ആസ് യു ഓർ മേ ബി സ്മാർട്ടർ ദാൻ യു. അത് പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി അല്ല. അത് പീപ്പിൾ വിത്ത് ഹൂം യു ഇൻട്രാക്ട്, ഈവൻ ദ നോർമൽ പീപ്പിൾ ഹൂം യു കം അക്രോസ്. നമ്മുടെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും വേരിയസ് ഗ്രേഡ്സിൽ ജോലി ചെയ്യുന്ന ലോവർ ഗ്രേഡ്സ് ആവാം. അതിൽ പലരും മേ ബി ബെറ്റർ ക്വാളിഫൈഡ് ദാൻ യു, യു മേ നോട്ട് നോ, ദേ മേ ബി ഇൻ്റലക്ച്വലി ബെറ്റർ ദാൻ യു. കുറേ നമ്മളെക്കാട്ടിലും ഒക്കെ പലതരത്തിലും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് എനിക്കൊന്ന് അതും ഒരു നോഷനായിരിക്കും. അതായത് ഓഫീസേഴ്സിനൊക്കെ കൂടുതൽ ഇതുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് സാർ പറഞ്ഞത്. പ്രാക്ടിക്കലി അതൊരു ഹാങ് അപ്പ് ആണ്. അതായത് പണ്ട് സിവിൽ സർവീസിൽ സായിപ്പന്മാരും അവർ സെലക്ട് ചെയ്ത എലീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പിക്ചറാണ് ആളുകളുടെ മനസ്സിലുള്ളത്. അതെ, കറക്റ്റ്, സാധാരണക്കാരുടെ മനസ്സിൽ. അപ്പോൾ അപ്പോൾ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ അതിനെയാണ് കാണുന്നത്. അതും ആ ഒരു ലെറ്റസ് ഒരു കാസ്റ്റ് ഡിഫറൻസ് ആണത്. ആ ഡിഫറൻസിൽ വെച്ചിട്ടാണ് ഇവർ ആലോചിക്കുന്നത്. പക്ഷെ ഇപ്പോൾ സംഗതി അങ്ങനെയേ അല്ല. ഈവൻ മുമ്പും സംഗതി അങ്ങനെയല്ല. പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. അവർ കുറച്ച് സബ്കോൺഷ്യസ്ലി ഓഫീസേഴ്സ് എല്ലാം സുപ്പീരിയറും പൊളിറ്റീഷ്യൻസ് എല്ലാം ഒരു ഇൻഫീരിയർ കാറ്റഗറി. ഡെഫിനറ്റ്ലി സബ്കോൺഷ്യസ്ലി. ഇപ്പം നമ്മുടെ പാരൻസ്, ഇപ്പം എൻ്റെ പാരൻസിൻ്റെ ഒക്കെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ സായിപ്പന്മാരെ കണ്ടിട്ടുള്ള ജനറേഷനാണ്. രാജാവിൻ്റെയും അന്നത്തെ ദിവാനും മറ്റവരും മറിച്ചവരും എന്നൊക്കെ പറഞ്ഞ കളക്ടർമാരും അവരൊക്കെ കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ ആ പിക്ചർ തന്നെ കുറേയൊക്കെ ഇപ്പം നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത്, ബ്രിട്ടീഷുകാർ നമ്മളെ വിട്ടിട്ട് പോയി. പക്ഷേ അന്ന് അവർ നമ്മുടെ മേളിൽ ഇമ്പോസ് ചെയ്ത ആ പിക്ചർ ഓഫ് ബ്യൂറോക്രസി സ്റ്റിൽ സ്റ്റേസ് എന്ന് വെച്ചാൽ വേറൊരു കാര്യം. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിനെ കാർ ഓടിച്ച് പോകുമ്പോൾ പോലീസ് ഫൈൻ ചെയ്ത് അവർ പോയി ഫൈൻ അടച്ചിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിലും അവരുടെ സൈക്കിളിലാണ് ബോറിസ് ജോൺസൺ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ അവരുടെ വീട്ടിലും അവരുടെ നോർമൽ ആക്ടിവിറ്റീസിനും ദേ ആർ നോർമൽ പീപ്പിൾ, ദേ ആർ മച്ച് മോർ അക്കൗണ്ടബിൾ ദാൻ നോർമൽ സിറ്റിസൺസ്. പക്ഷേ ഇവിടെയോ അവർ എത്രയോ വർഷം മുമ്പ്, ഇപ്പോൾ 10-70 വർഷം മുമ്പ് അവർ കളഞ്ഞിട്ട് പോയിട്ടും നമ്മൾ ആ ലെഗസി ഓഫ് ഒരു ഹയറാർക്കി, ലെഗസി ഓഫ് ഒരു ലോഡ്ഷിപ്പ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. പോയിട്ടില്ല. അപ്പം നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് ഈ ജോബിൻ്റെ ചാമായിട്ട് കാണുന്നത് ദ എബിലിറ്റി ടു ലോഡ് ഓവർ അതേഴ്സ് എന്നുള്ളതാണ് ആ ബേസിക് കൺസെപ്റ്റ്. അത് ഐ വുഡ് സേ ദിസ് ഇസ് സർവീസ്. ആ സർവീസിൽ താല്പര്യമുള്ളവർ വന്നാൽ നാട്ടിന് നന്നായിരിക്കും. അതല്ലെങ്കിൽ ഇത് യു ഗെറ്റ് എ ലോട്ട് ഓഫ് പെർക്സ്. ഈ പറഞ്ഞ പോലെ യു ആർ എബോവ്, അതായത് സോഷ്യലി യു ആർ എബോവ്. എക്കണോമിക്കലി വലിയ ഇതില്ല, കാരണം ഇറ്റ്സ് നോട്ട് എ വെരി ഹൈ പേയിങ് തിങ് കമ്പയർഡ് ടു ഓൾ ദ പ്രൈവറ്റ് സെക്ടർ. പക്ഷേ സോഷ്യലി യു ആർ എബോവ് ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ അത് മാത്രമാണ് എൻജോയ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി യു വോണ്ട് ബി ഡൂയിങ് വാട്ട് യു ആർ എക്സ്പെക്റ്റഡ് ടു ഡു. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തത്വശാസ്ത്രം പറഞ്ഞതല്ല, പക്ഷെ ശരിക്കും ജനറലി മനസ്സിൽ വർക്ക് ചെയ്യുന്നതാണ്.